ഉസ്താദുമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ഒരു പ്രവാചക കഥ. കഥയുടെ പേര് മുത്തുനബിയുടെ പെരുന്നാൾ സമ്മാനം. ഒരു പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുത്തനുടുപ്പണിഞ്ഞ് പള്ളിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ കുറേ കുട്ടികൾ പുത്തനുടുപ്പണിഞ്ഞ് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോകുന്നത് നോക്കി നടന്നു. അപ്പോഴതാ അവിടെ ഒരു കുട്ടി ഇരുന്ന് കരയുന്നത് നബിയുടെ കൽബ് പിടഞ്ഞു. നബി തങ്ങൾ അവനെ ലക്ഷ്യം വെച്ച് നടന്നു. അവനോട് ചോദിച്ചു, മോനെ മോനെ നീ എന്തിനാ കരയുന്നത്? അവൻ സങ്കടത്തോടെ നബിയെ നോക്കി. നബി തങ്ങൾ പിന്നെയും ചോദിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പുത്തനുടുപ്പില്ല, ഉമ്മയില്ല, ഉപ്പയില്ല, ഞാൻ അനാഥനാണ്. ഇത് കേട്ട നബി തങ്ങളെ കണ്ണിന്ന് വെള്ളം വന്നു. നബി തങ്ങൾ അവനെ എടുത്തു ഉമ്മ വെച്ച് വീട്ടിൽ കൊണ്ടുപോയി. പ്രിയ പത്നി ആയിഷ ബീബി റളിയല്ലാഹു വിളിച്ച്, നമുക്കിന്ന് വിരുന്നുകാരനുണ്ട്. ഇത് കേട്ട ആയിഷ ബീബി റളിയല്ലാഹു വന്നപ്പോൾ വാടിത്തളർന്ന മുഖവും മുഷിഞ്ഞ വസ്ത്രവും കണ്ടപ്പോൾ ബീബിക്ക് കാര്യം മനസ്സിലായി. ബീബി അവനെ വാരിയെടുത്ത് തുരുതുരേ ഉമ്മ വെച്ച് പിന്നീട് കുളിപ്പിച്ച് പുത്തനുടുപ്പണിഞ്ഞ് അത്തറും പൂസി നബി തങ്ങളെ അപ്പോ പള്ളിയിലേക്ക് അയച്ചു. കൂടാതെ ആര് ചോദിച്ചാലും ഞാനാണ് എൻ്റെ ഉപ്പയെന്നും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉമ്മയെന്നും ധൈര്യമായി പറയാൻ പറഞ്ഞു. ഇത് കേട്ട മോൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി. അനാഥ കുഞ്ഞിനെ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് പഠിപ്പിച്ച നബി തങ്ങളെ നമുക്ക് മാതൃകയാക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകണേ. ആമീൻ. അസ്സലാമു അലൈക്കും. Jazakallah for the wonderful performance.